സ്വകാര്യ ഭൂമിയിലും കണ്ണുവച്ചിരിക്കുകയാണ് ഇവിടെ വഖഫ് ബോർഡ്. തീരദേശ ജനത വില കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താൻ ശ്രമം നടക്കുന്നത് ചെറായി മുനമ്പം മേഖലയിലാണ്. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിക്കായാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രദേശത്തെ 405 ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്തെന്നാണ് ഇവരുടെ അവകാശവാദം. ഈ നീക്കത്തെ ചെറുക്കാൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്തെ ജനത. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് കണ്ടെത്തി അവർക്ക് പൂർണ്ണ അവകാശം കൊടുത്തു. തുടർന്ന് അവർ പറയുന്ന പൈസ കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ച് അവരവിടെ ആ പൈസ ഉപയോഗിച്ച് TTC കോളേജ് ഉണ്ടാക്കി വിദ്യാഭ്യാസം നടത്തി പോരുകയും ചെയ്യണം. പിന്നെ ഞങ്ങൾ 35 വർഷം കഴിഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വഖഫ് ബോർഡ് വന്നിട്ട് പെട്ടെന്ന് പറയാണ് ഒരു നോട്ടീസ് തന്ന്, ഞങ്ങൾക്ക് ആർക്കും നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. വില്ലേജിൽ നിന്ന് നോട്ടീസ് തന്നിട്ട് പറഞ്ഞു ഇത് ഇനി കരമടക്കാൻ പറ്റൂല, ഈ ഭൂമി അവരുടെയാണെന്ന് പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. ജിജീഷ്, അരുൺ പങ്കുവച്ചത് തിരുച്ചിറപ്പള്ളിയിലെ ജനതയുടെ വിവരങ്ങളായിരുന്നു. അതിനൊരു താൽക്കാലിക പരിഹാരം അവിടെ ആയിട്ടുണ്ട്. ഇനി കൊച്ചിയിലേക്ക് എത്തിയാൽ ഇതിന്റെ വിശദാംശങ്ങൾ. അനു, എല്ലായിടത്തും സമാനമായ സാഹചര്യങ്ങളെ തന്നെയാണ് സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്, പ്രത്യേകിച്ച് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുതന്നെയാണ് കൊച്ചിയിൽ നിന്ന് നമ്മൾ നൽകിയ ഈ വാർത്തയിൽ കൃത്യമായി തന്നെ അവരുടെ ആ പ്രതികരണങ്ങളിലടക്കം വ്യക്തമാകുന്നത്. അവിടെ 114 ഏക്കറോളം വരുന്ന ഭൂമിയാണ് സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് പോകുന്നത്. വഖഫ് ബോർഡിൻ്റെ യാതൊരു അന്യായമായ ഒരു അവകാശവാദം കൊണ്ടാണ് ആ ഭൂമി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്നത്. കാരണം വഖഫ് അവകാശപ്പെടുന്നത് ഈ ചെറായി മുനമ്പം മേഖലയിലെ തീരദേശ ഭാഗത്തോട് ചേർന്നുള്ള 404 ഏക്കർ ഭൂമി, അത് വഖഫായ ഭൂമിയാണ്, തങ്ങൾക്ക് ബോർഡിന് അവകാശപ്പെട്ട ഭൂമിയാണ്, അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന കാര്യം പറഞ്ഞുകൊണ്ട് അതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. എന്നാൽ അതേ സാഹചര്യത്തിലാണ് മറുഭാഗത്ത് അവിടെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള സാധാരണ ജനങ്ങൾ വസിക്കുന്നത്. 610 കുടുംബങ്ങളാണുള്ളത്. ഈ 610 കുടുംബങ്ങളും ഏതെങ്കിലും തരത്തിൽ ഭൂമി കയ്യേറി താമസിച്ചവരല്ല, അല്ലെങ്കിൽ വൻകിട വ്യവസായ സ്ഥാപനങ്ങളും സംരംഭങ്ങളും എല്ലാം പല സ്ഥലത്തും നടത്തുന്നത് പോലുള്ള കയ്യേറ്റങ്ങളൊന്നും നടത്തിയതല്ല. മറിച്ച് 89-90 കാലഘട്ടത്തിൽ നിയമാനുസൃതമായി തന്നെ ഈ ഭൂമി ഫറൂഖ് കോളേജിൽ നിന്ന് ഇവർ പണം കൊടുത്ത് വാങ്ങിയതാണ്. അതോടുകൂടി തന്നെ തുടർന്ന് കരമടച്ചു വരുന്നു. കൃത്യമായ നിയമപ്രകാരം തന്നെ ആ ഭൂമി അവരുടെ സ്വന്തമാണ് എന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും മുന്നിൽ വെച്ചുകൊണ്ട് വിലയാധാരം നൽകി വാങ്ങിയ ആ ഭൂമിക്ക് മേലാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ ഇത്തരത്തിലുള്ള അവകാശവാദം അവർ ഉയർത്തുകയും ചെയ്യുന്നത്. അതിൽ വഖഫ് ബോർഡ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് വഖഫായ ഭൂമിയാണ്. 52 ശേഷം അവർക്ക് ലഭിച്ച സേട്ട് കുടുംബത്തിന് ലഭിച്ച ആ ഭൂമി പിന്നീട് അവർ 52 കാലഘട്ടത്തിൽ കോളേജിന് കൈമാറുന്നു, ഫറൂഖ് കോളേജിന് കൈമാറുന്നു. ആ ഫറൂഖ് കോളേജിന് കൈമാറിയതിന് ശേഷവും അത് വഖഫായ ഭൂമി എന്ന അവകാശം തന്നെയാണ് പ്രധാനമായും ഇവർ ഉയർത്തുകയും ചെയ്യുന്നത്. എന്നാൽ മറുഭാഗത്ത് നമ്മളോട് സംസാരിച്ചവരടക്കമുള്ള മത്സ്യത്തൊഴിലാളികൾ കൃത്യമായി തന്നെ രേഖകൾ സഹിതം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് യാതൊരു തരത്തിലും വഖഫ് ഭൂമിയല്ല ഇത്, വഖഫിന് അവകാശപ്പെട്ട ഭൂമിയുമല്ല. കാരണം തങ്ങൾ പണം കൊടുത്ത ഭൂമി, വാങ്ങിയ ഭൂമിയിലാണ് താമസിക്കുന്നത്. ചോദിച്ച പണം, ഫറൂഖ് കോളേജ് ചോദിച്ച പണമാണ് കൊടുത്തത്. മാത്രമല്ല അത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം എങ്ങനെയാണ് സാധൂകരിക്കാൻ കഴിയുക എന്നൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ നിലയിൽ വഖഫ് ഭൂമി അല്ലെങ്കിൽ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തി പൂർണ്ണ താല്പര്യത്തോടെ അല്ലെങ്കിൽ പൂർണ്ണ സമ്മതത്തോടെ തിരിച്ചെടുക്കില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് കൈമാറുന്ന, ദൈവത്തിന് ദാനമായി നൽകുന്ന അത്തരത്തിലുള്ള ഭൂമിയാണ്. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന ആ ഭൂമിയിൽ കൃത്യമായ കരാറിൽ തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും കാരണവശാൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല ഈ ഭൂമി ഉപയോഗിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഭൂമി ആവശ്യമായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ പിന്തുടർച്ചക്കാർക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നാണ് ഇത് കൈമാറിയിട്ടുള്ള ആൾ തന്നെ, സിദ്ദിഖ് സേട്ട്, ഈ കൈമാറ്റ രേഖയിൽ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ആ രേഖയിൽ നിന്ന് തന്നെ, കൈമാറ്റ രേഖയിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അത് വഖഫായ ഒരു ഭൂമിയല്ല, മറിച്ച് ദാനമായി നൽകിയ ഒരു ഭൂമിയാണ്. അത് പിന്നീട് പണം കൊടുത്ത് മത്സ്യത്തൊഴിലാളികൾ വാങ്ങുന്നു, അവരവരുടെ ഉപജീവന മാർഗവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ ഭൂമിയിൽ അവകാശം ഉന്നയിക്കുന്നു. മാത്രമല്ല സംസ്ഥാന സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവർക്ക് ഒപ്പം ചേരുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വഖഫ് ബോർഡിന്റെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് കരമടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ താൽക്കാലികമായി
തടഞ്ഞിരിക്കുന്നു, പോക്കുവരവുകൾ റദ്ദാക്കിയിരിക്കുന്നു. വില്ലേജ് ഓഫീസിൽ ഭൂമിയുമായി ചില ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിയ ഘട്ടത്തിൽ മാത്രമാണ് സാധാരണക്കാരായ ജനങ്ങൾ ഈ ഭൂമിക്ക് മേലുള്ള തങ്ങളുടെ അവകാശവാദം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാർ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ആ ഭൂമിയിൽ നിന്ന് ബാങ്കിൽ ലോൺ എടുക്കുന്നതിനോ അല്ലെങ്കിൽ തുടർ നടപടികൾക്കോ ഒന്നും തന്നെ കഴിയാത്ത സാഹചര്യം. മക്കളുടെ വിവാഹാവശ്യം, പഠനാവശ്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് അത് ബാങ്കിൽ വെച്ചതിന് ശേഷം ലോൺ എടുത്ത് അത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഇനി കഴിയുന്നില്ല. ആ ഭൂമി അവരുടേതല്ലാതായി, പണം കൊടുത്തു വാങ്ങിയ ഭൂമി അവരുടേതല്ലാതായി മാറുന്നു. ഈ വഖഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഈ സ്വത്തുവകകൾ അനാവശ്യ അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പിടിച്ചെടുക്കുന്ന ഒരു നടപടി തുടങ്ങിയിട്ട് അത് വർഷങ്ങളായി തന്നെ തുടങ്ങിയ അല്ലെങ്കിൽ അത് നിർബാധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് ഒരു ഭാഗത്തോ രണ്ട് ഭാഗത്തോ അല്ല, രാജ്യത്ത് ആകമാനം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളിലും നൽകിയത്. വൈപ്പിൻ വേളാങ്കണ്ണി തീരദേശത്തെ ജനത ഈ ഒരു വിഷയത്തിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയും കൂടിയാണ്.